എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എണ്ണപ്പത്തിരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മുടെ അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് പൊടിയൊക്കെ വാട്ടി കുഴച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകമാണ്, അതൊരു 1/4 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1 സ്പൂണ് പഞ്ചസാര, നമുക്ക് 1 സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ എണ്ണപ്പത്തിരി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഈ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള അരിപ്പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് ഓയിൽ കൂട്ടിയിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കാൻ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഉരുട്ടി വെക്കണം. ഇനി നമുക്കൊരു റാപ്പർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ചുറ്റി വെക്കാം. ഇത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെക്കണം. അങ്ങനെ നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ളത് നന്നായിട്ട് സോഫ്റ്റായി വരും. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഈ റാപ്പർ മാറ്റിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി കുറച്ച് തൂവി കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ ബോൾ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. നന്നായിട്ട് നൈസാക്കിയിട്ട് പരത്തരുത്. പത്തിരിക്ക് പരത്തുന്ന പോലെ നൈസാക്കിയിട്ട് പരത്തണ്ട. കുറച്ച് കട്ടിയിൽ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ബോൾ നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്.
നമുക്ക് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ഗ്ലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമുക്കിതിങ്ങ് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എണ്ണപ്പത്തിരി ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എണ്ണപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയുടെ ഒക്കെ കൂടെ കൂട്ടി നമുക്കിത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.